ഹായ് ഓൾ, വെൽക്കം ടു ആര്യസ് ഹിസ്റ്റോറിക്ക. എൻ്റെ പേര് ആര്യ ശ്രീകുമാർ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതെല്ലാം ബുക്സാണ് ഞാൻ യൂസ് ചെയ്തത് UGC നെറ്റ് ഹിസ്റ്ററിയിൽ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ പറയാം, ബേസ് ലെവൽ നോളജിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത് ചില സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും എക്സാമിന് ഇരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ +2 ഹിസ്റ്ററി ബുക്കാണ്. അപ്പം ഇതെന്തിനാണ് വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുനിന്ന് അതേപോലെ ഒരു ക്രോണോളജി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, PYQസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം December 2025 പ്രത്യേകിച്ചും സെയിം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ക്രോണോളജി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വരും വീഡിയോസിൽ PYQ ഡിസ്കഷനിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് NCERT ബുക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഹിസ്റ്ററിയിൽ 3 പീരീഡ്സിലെ ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് ഉപയോഗിക്കുന്നത് RS ശർമ്മയുടെ ഇന്ത്യാസ് ഏൻഷ്യൻ പാസ്റ്റ് ആണ്. മിക്കവർക്കും അറിയാവുന്നൊരു പുസ്തകമാണ്. PGക്ക് പഠിക്കുമ്പോഴേ നമ്മൾ അത്യാവശ്യം വായിച്ചിട്ടുണ്ടാകുന്നൊരു ബുക്കാണിത്. മിഡീവൽ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, സതീഷ് ചന്ദ്രയുടെ. ഇതും പോപ്പുലർ ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. അപ്പം ഇതും PGക്ക് പഠിക്കുമ്പോഴേ വായിച്ചിട്ടുണ്ട്. ഇനി മോഡേൺ ഞാൻ യൂസ് ചെയ്തത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആണ്. നല്ലൊരു ബുക്കാണിത്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് പ്ലസ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, അതിൻ്റെ കുറച്ച് പോർഷൻ, കാര്യം നമുക്ക് കഴിഞ്ഞ എക്സാമിന് തന്നെയും ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഫോറിൻ പോളിസി, 5 ഇയർ പ്ലാൻ ഇങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്നാൽ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഞാൻ വായിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹിസ്റ്റോറിയോഗ്രാഫി. അതിന് ഏറ്റവും നല്ലൊരു പുസ്തകം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്, E. ശ്രീധരൻ്റെ. ഈ പുസ്തകം ഓൾമോസ്റ്റ് PGക്ക് പഠിക്കുമ്പോൾ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UGC നെറ്റ് ഹിസ്റ്ററിക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുക്ക് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഇതൊന്നും കൂടാതെ ഒരു പുസ്തകം കൂടി ഉണ്ട് ഞാൻ വായിച്ചത്, എ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ, ഉപീന്ദർ സിംഗ്. ഇതൊരു മാൻഡേറ്ററി ടെക്സ്റ്റ് ബുക്കായിട്ട് പറയുന്നതാണ് UGC നെറ്റ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി. അതായത് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എല്ലാ വർഷവും. പക്ഷേ ഈ ബുക്ക് വായിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ ബുക്ക് വായിക്കേണ്ടവർ, അതായത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കുറച്ചും കൂടി സബ്ജക്റ്റ് നോളജ് വേണം, കുറച്ചും കൂടി ഹിസ്റ്ററി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, പിന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഇടയിൽ ടൈം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ 3 മാസം എടുത്താണ് ഇത്രയും ബുക്സ് വായിച്ചത്. ഓരോ ബുക്കും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ബുക്ക് വായിക്കുന്ന പോലെ വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എനിക്ക് ഇത്രയും ടൈം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ വായിച്ചിട്ട് പോയത്. ബട്ട് നല്ലൊരു പുസ്തകമാണ്, വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിലോ വായിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒരു പ്രോബ്ലവും ഇല്ല. ഇനി ഗൈഡുകളുടെ കാര്യം പറയാം. ഗൈഡ് വേണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമുക്ക് PYQs വെച്ച് തന്നെ പഠിക്കാവുന്നത്, ഈ PYQസും ഈ ബുക്സും വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പേപ്പർ 1 ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി പുറകിലോട്ടാണ്. ഇപ്പോൾ ഞാൻ പേപ്പർ 1 എനിക്ക് അത്ര ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല പേപ്പർ 1. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗൈഡ് വാങ്ങിച്ചിരുന്നു. അങ്ങനെ പേപ്പർ 1 നിങ്ങൾക്ക് അത്ര കുറച്ചൊരു സപ്പോർട്ട് വേണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡ് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ചത് KVS മെഹ്താൻ്റെ ഗൈഡാണ്. ഇതാണ് എല്ലാവരും പേപ്പർ 1 സജസ്റ്റ് ചെയ്യുന്ന ഗൈഡ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഗൈഡായിട്ട് നമുക്ക് പറയാം, അത്യാവശ്യം നല്ലൊരു ഗൈഡാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫുൾ ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ PYQs കുറവാണ്, 1-2 സെറ്റൊക്കെ ഉള്ളൂ. അപ്പം ഇത് ഫുൾ ചെയ്ത് പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മിക്കപ്പോഴും ഓപ്ഷൻസ് ഒക്കെ സെയിം ഒക്കെ ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഗൈഡാണ് ഓസ്വാളിൻ്റെ ഗൈഡ്. അതിലാകുമ്പോൾ PYQസും മോക്ക് ടെസ്റ്റും കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലനേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി നല്ലൊരു ഗൈഡ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്വാളിൻ്റെ ഗൈഡ് ഉപയോഗിക്കാം. ഇനി പേപ്പർ 2 ഗൈഡ്. പേപ്പർ 2 ഗൈഡ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പേപ്പർ 2 എനിക്ക് പക്ഷേ ഒരു ഗൈഡ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ട്രൂമാൻ്റെ ഗൈഡാണ്. പക്ഷേ ഈ ഗൈഡ് ഞാൻ ഇതിനകത്തുനിന്ന് യൂസ് ചെയ്തത് PYQs സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് PYQs കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗൈഡ് യൂസ് ചെയ്തത്. പേപ്പർ 2 നിങ്ങളെ സബ്ജക്റ്റ് പേപ്പറാണ്. നമ്മൾ PGക്കും പഠിക്കുന്ന നോട്ട്സ്, ഞാൻ PG നോട്ട്സ് UG നോട്ട്സും ഒക്കെ ഞാൻ ഈ പ്രിപ്പറേഷൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ തന്നെ മതിയാവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ബുക്സും പിന്നെ നമ്മുടെ റിട്ടേൺ നോട്ട്സും ഇതൊക്കെ തന്നെ മതിയാവും. ഈ ഒരു ഗൈഡിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ PYQs നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് PYQs എടുത്ത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി വരും വീഡിയോസിൽ എങ്ങനെയാണ് PYQs സോൾവ് ചെയ്യേണ്ടത്, മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത്, റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.